ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഈ ദിവസങ്ങളെല്ലാം നമ്മൾ പ്രാർത്ഥിക്കുകയായിരുന്നു. ശരിക്കും നമ്മൾ അനുദപിച്ചു, പ്രാർത്ഥിച്ചു. യേശുവയുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളിൽ നിന്ന് നമുക്ക് നമ്മളുടെ ക്രിസ്ത്യാനികളുടെ ശക്തി, അല്ലെങ്കിൽ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവരുടെ ബലം എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ട സഹോദരൻ, നമ്മൾ പ്രാർത്ഥിച്ചു. നമുക്ക് നമ്മളുടെ ഉള്ളിൽ യേശുവിനോടുള്ള സ്നേഹമാണ്. ഈശോ നമ്മളെ സ്നേഹിക്കുക. അതുകൊണ്ട് ഈശോയെ സ്നേഹിക്കുന്നവർക്ക് തങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം വന്നാലും അത് യേശുവിനെ പ്രതി സ്വീകരിക്കാൻ പറ്റും. എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇന്ന് ഒരു ക്രിസ്ത്യാനി അല്ലെങ്കിൽ തിരുസഭയിലുള്ളവർ നേരിടേണ്ടി വരുന്നത്. അനേകരുടെ ജീവിതത്തിൽ ഇന്ന് ഒത്തിരിയേറെ വേദനകളും സങ്കടങ്ങളുണ്ട്. അങ്ങനെ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്ന മക്കൾ, അങ്ങനെ ജീവിച്ച് മരിക്കുന്ന രക്തസാക്ഷികൾ തിരുസഭയിൽ ഇന്ന്. തിരുസഭയുടെ ശക്തി എന്ന് പറയുന്നത്, നമ്മളെല്ലാം തിരുസഭയുടെ അംഗങ്ങളാണ്. അത് ഇവിടെ പല റീതികളിൽപ്പെട്ടവരുണ്ട്. പ്രത്യേകിച്ച് ഈ എറണാകുളത്ത് ലത്തീൻ സഭക്കാരുണ്ട്, അതുപോലെ സുറിയാനിക്കാരുണ്ട്, സീറോ മലബാറുകാരുണ്ട്, മലങ്കരക്കാരുണ്ട്. എല്ലാവരും ഒരുമിച്ച് ഒരു കൂട്ടായ്മയിലാണ്. ഈ കൂട്ടായ്മയ്ക്ക് പേരാണ് തിരുസഭ. ഈ തിരുസഭയുടെ ശക്തി എന്ന് പറയുന്നത് രക്തസാക്ഷികളുടെ ബലമാണ്. ഇത് ഇന്നലെ അല്ല, ഇത് സഭയുടെ ആരംഭത്തിൽ തന്നെ ഈ സംഭവമുണ്ട്. ചിലർ രക്തം ചൊരിഞ്ഞ് മരിക്കും, ചിലർ രക്തം ചിന്താതെ മരിക്കും. അതിന് പറയുന്നതാണ് വൈറ്റ് മാർട്ടിഡം എന്ന്. വൈറ്റ് മാർട്ടിഡം, ഹല്ലേലൂയ, എന്ന് പറഞ്ഞാൽ സകനങ്ങളിലൂടെ മരിക്കുക, ചെയ്യാത്ത തെറ്റിന് ശിക്ഷ അനുഭവിച്ച് മരിക്കുക, വേദന ആരും മനസ്സിലാക്കാതെ അത് പെട്ട് മരിക്കുക. അതൊരു രക്തസാക്ഷിതമാണ്. ബെനഡിക്റ്റ് ഓണംകുളച്ചൻ നമുക്കറിയാം, ചെയ്യാത്ത തെറ്റിന് ജയിലിൽ കിടന്ന് അവസാനം ചെയ്തിരുന്നവരുണ്ട്. അല്ലാതെ അതുപോലെ തന്നെ യേശുക്രിസ്തുവിന് വേണ്ടി മരിക്കുന്നവർ വേറെ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നന്മ ചെയ്യുന്നവർക്കാണ് സഹനം ഉണ്ടാകുക, വേദന ഉണ്ടാകുക. നന്മ ചെയ്യുന്നവർക്ക് സഹനം ഉണ്ടാകും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരൻ, രക്തസാക്ഷികൾ, അതുകൊണ്ട് നമ്മൾ തിരുനാളൊക്കെ ആഘോഷിച്ചു രക്തസാക്ഷികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, രക്തസാക്ഷിത്വം വഹിക്കുന്നു. ഈശോ, അതായത് ഓരോ വട്ടായലച്ചൻ അവിടെ വരുന്ന ഇന്ന് പിതാവ് ഒരു ആശ്രമത്തെക്കുറിച്ച് സൂചിപ്പിച്ചു. ആശ്രമത്തിൽ വരുന്ന പിള്ളേരോട് പറയുന്നത്, നിങ്ങൾ രക്തസാക്ഷികളായി മരിക്കാൻ തയ്യാറാകുക. ഹല്ലേലൂയ, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ വേണ്ടി ജനത്തെ ആഹ്വാനം ചെയ്ത് കടന്നു വന്ന വലിയൊരു പ്രവാചകൻ യേശുക്രിസ്തു തന്നെ പറഞ്ഞു, സ്നാപകയോഹന്നാനെ പോലെ ഇത്രയും വലിയൊരു പ്രവാചകനെ ഞാൻ കണ്ടിട്ടില്ല എന്ന് യേശുക്രിസ്തു പറഞ്ഞു. ഈ സ്നാപകയോഹന്നാനെ കാത്തിരുന്നത് ഈ വലിയൊരു പ്രവാചകനാണ്. ദൈവത്തിന് വേണ്ടി ഘോരം പ്രസംഗിച്ച പ്രവാചകന് വേണ്ടി കാത്തിരുന്നത് എന്താ? രക്തസാക്ഷിത. എന്ന് വന്നാൽ എന്തുകൊണ്ടാണ് രക്തസാക്ഷി വഹിക്കാൻ കാരണം? ഈ സ്നാപകയോഹന്നാൻ നോക്കുമ്പോൾ ആ രാജ്യത്തെ രാജാവ് ഹെറോദോസ് രാജാവ് തൻ്റെ സ്വന്തം സഹോദരൻ്റെ ഭാര്യയെ അന്യായമായി കൂടെ കൊണ്ടുവന്ന് ഭാര്യയല്ല എന്നാൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വ്യഭിചാരം ചെയ്യാൻ വേണ്ടി കൂടെ കൂടി. ഇത് തിരിച്ചറിഞ്ഞ് സ്നാപകയോഹന്നാൻ എന്ന് പറഞ്ഞു, നീ ചെയ്യുന്നത് തെറ്റാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്ത്? സ്നാപകയോഹന്നാനെ മത്തായിയുടെ സുവിശേഷത്തിൽ 14-ാം അധ്യായത്തിൽ കാണും, സ്നാപകയോഹന്നാന്റെ ശിരസ് വെട്ടി വെള്ളിത്താലത്തിൽ വെച്ച് എടുത്തുകൊണ്ട് പോകുന്ന ഹെറോദോസിന്റെ പ്രിയപ്പെട്ട പത്നി എന്ന പത്നിയല്ല, അവൻ്റെ ആ ഒരു കൂടെ താമസിക്കുന്ന ഹെറോദിയ കൊണ്ടുപോകും. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഇതുപോലെ ഇന്ന് ഞാനിത് പറയാൻ കാരണം, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് തിരുസഭയിൽ അനേകർ പെടഞ്ഞ് മരിച്ചുകൊണ്ട്, അത് രക്തസാക്ഷിത്വമായിട്ടും അല്ലാതെയും. എന്നിട്ടും ജനത്തിന് ഈ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ദേശങ്ങളിൽ പല വിധത്തിൽ രോഗങ്ങളും പീഡകളും ഉണ്ടാകുന്നത് തിരുസഭ കരയുമ്പോഴാണ്, തിരുസഭ വേദനിക്കുമ്പോഴാണ്. തിരുസഭയിലെ വൈദികര്, തിരുസഭയിലെ മെത്രാന്മാര്, തിരുസഭയിലെ സിസ്റ്റേഴ്സ്, അതുപോലെ തിരുസഭയിലെ അംഗങ്ങൾ, അവരെ ചെയ്യാത്ത തെറ്റിനും കുറ്റങ്ങൾക്കുമായി നാം വിധി എഴുതുമ്പോൾ, ഇന്നലെ റെനീച്ച പറഞ്ഞില്ലേ, നാവ് കൊണ്ട് കുറ്റം പറഞ്ഞ് അറിയാത്ത കാര്യങ്ങൾ മീഡിയയിലൂടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രചരിപ്പിച്ച് പ്രവേശിച്ച് തിരുസഭയ്ക്കെതിരെ തിരുസഭയുടെ നേരെ കരി വാരി തേച്ച്
ജനങ്ങളെ രക്തസാക്ഷിയാകാതെ കൊല്ലുന്നവർ തിരുസഭയിലുള്ളവർ തന്നെ, ക്രിസ്ത്യാനികൾ തന്നെ. ഇത് ദൈവത്തിൻ്റെ ആ വലിയ കരുണയുടെ കരം. നമ്മളിവിടെ ചങ്കുപൊട്ടി ഈശോയെ രോഗം മാറണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ കണ്ണുനീര് കണ്ട് കണ്ണ് തുറക്കാത്തൊരു സമയമുണ്ട്. അതാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഒരു സഹനം വരുമ്പോൾ, ഒരു വേദന വരുമ്പോൾ നമ്മൾ കർത്താവിനെ ഒരുമിച്ച് വിളിക്കും. സഹനം മാറുമ്പോൾ പിന്നെ കർത്താവിനെ മറന്നുപോകും. പിന്നെ ജനം ബുദ്ധിയിൽ ചിന്തിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ കർത്താവ് ഇതല്ല നമ്മൾ ആഗ്രഹിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ലോകത്തിൽ ഇന്ന് വരെ മരിച്ചിട്ടുള്ള രക്തസാക്ഷിത്വം യേശു ക്രിസ്തുവിന് വേണ്ടി മരിച്ചിട്ടുള്ളവരെല്ലാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ യേശു ക്രിസ്തുവിനോട് സ്നേഹമുള്ളവരാ. യേശു ക്രിസ്തുവിനോട് സ്നേഹമുള്ളവരാ. പക്ഷേ നമുക്ക് ഇന്ന് ആ സ്നേഹമില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മളെല്ലാവരും തടസ്സം മാറാൻ പ്രാർത്ഥിക്കുക. സ്നാപയോഹന്നാന്റെ ജീവിതത്തിൽ നന്മ മാത്രമേ ഉള്ളൂ. എന്താ, ശരിക്കും നല്ലൊരു ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. വെറും കാട്ടുകിഴങ്ങും കാട്ടുതേനും മാത്രം. പക്ഷെ തോലൊക്കെ കാട്ടിലുള്ള തോലും അതെല്ലാം ഉടുത്ത് ഒന്നും ഭക്ഷണം പോലും ഇല്ലാതെ വെറും പച്ച വസ്തുക്കൾ മാത്രം ഭക്ഷിച്ച് ഈ ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്ത സ്നാപയോഹന്നാൻ അവസാനം കിട്ടിയതോ? അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പലപ്പോഴും ചിന്തിക്കും, ഇന്ന് അനേകർ യേശു ക്രിസ്തുവിന് വേണ്ടി ഇന്നും മരിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഇന്ന് എത്രമാത്രം സഭയെ പീഡിപ്പിക്കപ്പെട്ടാലും, ആരെല്ലാം സഭയ്ക്കെതിരായി പറഞ്ഞാലും, ആരെല്ലാം സഭയ്ക്കെതിരെ കരിവാരി തീർച്ചാലും ആ സഭ വീണ്ടും ഉയരും. 2018 വർഷം തിരുസഭയ്ക്ക് ഭയങ്കരമായിട്ട് തിരുസഭയ്ക്കെതിരെ സാത്താൻ ആഞ്ഞടിച്ച സമയമാണ് 2018. ഇവിടെ മാത്രമല്ല, നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, ലോകം മുഴുവൻ 2017-18 വർഷങ്ങളിൽ IS-കാരും അതുപോലെ തീവ്രവാദികളും മതത്തെ ലംഘിക്കുന്നവരെല്ലാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവജനത്തെ ദൈവത്തിൽ നിന്ന് അകറ്റി വലിയ കൊടും ക്രൂരത അഴിച്ചുവിട്ട് കഴുത്ത് കണ്ടിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കഴിഞ്ഞ നാളുകളിൽ ഒരു സ്ഥലത്ത് ഈ യേശു ക്രിസ്തുവിനെ കൊണ്ട് പ്രഘോഷിച്ചു കഴിഞ്ഞാൽ അവരെ തച്ചുടച്ച് കളയും. പ്രത്യേകിച്ച് ചൈനയിലൊക്കെ മതം എന്ന് പറയുന്നത് അത് ക്രിസ്ത്യാനി മാത്രമല്ല, എന്നാൽ ഇന്ന് ലോകത്തിലെ നമ്പർ 1 ക്രൈസ്തവ രാജ്യങ്ങളിൽ ഒന്നായി മാറാൻ പോവാണ് ചൈന. ഹല്ലേലൂയ. അവിടെ അനേകർ വൈദികർ മിഷണറികളായി യേശുവിന് വേണ്ടി മരിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയി. അവർ തിരിച്ചു വന്നിട്ടില്ല. ഇതുവരായിട്ടും പകുതി തിരിച്ചു വന്നിട്ടില്ല, മരിച്ചു. അവിടെ എല്ലാം അവരെല്ലാം കൊല വിളിച്ചു. മരിക്കുമ്പോഴും അവർ യേശു ക്രിസ്തുവിന് വേണ്ടി തൻ്റെ ജീവൻ കൊടുത്തു. അപ്പോൾ കാലം കഴിഞ്ഞ് അവരെല്ലാം മണ്ണോട് മണ്ണടച്ചു. ആ രക്തം ചൈനയുടെ ഭൂമിയിൽ വീണു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് അവിടെ ക്രിസ്ത്യാനികൾ അനേകം ഉയർന്നുകൊണ്ടിരിക്കുക. നമുക്കറിയാം, സൗദി എന്ന് പറയുന്ന രാജ്യത്ത് ഒരു ബൈബിളോ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. എന്നാൽ ഈ കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുമ്പ് അവിടെ ഒരു മെത്രാൻ പിതാവ് അവിടെ ചെല്ലുകയും അവിടെ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കാൻ അവിടുത്തെ രാജാവ് അനുമതി കൊടുത്തു. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഒരു സ്ഥലത്ത് നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും ഇല്ലേ? നന്നായി കാര്യങ്ങൾ അടിച്ചേ. ഹല്ലേലൂയ. നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും. അവിടെ ബൈബിളോ കൊന്തയോ ജപമാലയോ കയറ്റിയ അവരെ കഴുത്ത് കണ്ടിച്ചില്ലെങ്കിൽ സമൂഹത്തിന്റെ ജനമധ്യത്തിൽ കൊണ്ടുവന്ന് അവരെ പ്രകരിച്ച് വിടുന്ന ദേശത്ത് വിശുദ്ധ ബലിയർപ്പിക്കുക. ഏത് സഭയാകട്ടെ, ആരാകട്ടെ, അത് മലങ്കരയോ ലത്തീനോ മറ്റ് നമ്മുടെ സിറമലബാർ അതൊന്നുമല്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാണ് ഇതിനെല്ലാം കാരണം. ഞാൻ മനസ്സിലാക്കി ഇങ്ങനെയുള്ളൂ, ഒരു സ്ഥലത്ത് സഭ പീഡിപ്പിക്കപ്പെടുമ്പോൾ, ഒരു സ്ഥലത്ത് യേശു ക്രിസ്തുവിന് വേണ്ടി ദൈവജനം മരിക്കാൻ തുടങ്ങുമ്പോൾ, വൈദികരും അൽമായരും കത്തിക്കരിയാൻ തുടങ്ങുമ്പോൾ അവിടെ ദൈവകൃപയൊഴുകും. ഹല്ലേലൂയ. സ്നാപയോഹന്നാൻ ദൈവത്തിന് വേണ്ടി തൻ്റെ ജീവനെ ഹോമിച്ചപ്പോൾ അവിടെ മറ്റൊരു ശക്തനായ ആള് യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നു. യേശു ക്രിസ്തു തൻ്റെ ജീവൻ കൊടുത്ത് തൻ്റെ രക്തം ചിന്തി നമ്മളെ വീണ്ടെടുത്താണ്. അതാണ് ക്രിസ്ത്യാനികളുടെ ബലം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രക്തസാക്ഷികൾ ഉണ്ടാകട്ടെ. വീണ്ടും നോക്ക്, ഒരാൾ മരിക്കുമ്പോൾ അവിടെ മറ്റൊരാൾ ഉയർത്തെഴുന്നേൽക്കും. അപ്പസ്തോല പ്രവർത്തനത്തിൽ 7-ാം അധ്യായത്തിൽ അതിൽ 51-52 തിരുലിഖിതങ്ങൾ. അപ്പസ്തോല പ്രവർത്തനം 7-ാം അധ്യായം 51-52 തിരുലിഖിതങ്ങൾ. അപ്പസ്തോല പ്രവർത്തനം 7-ാം. മർക്കടമിഷ്ടിക്കാരെ വായിക്ക്. മർക്കടമിഷ്ടിക്കാരെ ഹൃദയത്തിലും
കാതുകളിലും നിങ്ങളെല്ലാം ഇപ്പോഴും നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ നിങ്ങളും ഏത് പ്രവാചകനുണ്ട് നിങ്ങളുടെ പിതാക്കന്മാരെ പീഡിപ്പിക്കാത്തതായി? നീതിമാനായവൻ്റെ ആഗമനം മുൻകൂട്ടി അറിയിച്ചവരെ നിങ്ങൾ അവനെ ഒറ്റുകൊടുക്കുകയും വധിക്കുകയും ചെയ്തു. അതുകൊണ്ട് പറയാണ്, ഇത് തിരുസഭയിൽ ഇത് അനുവദിച്ചിട്ടുള്ളതാണ്. മർക്കടമുഷ്ടിക്കാരെ, ഹൃദയത്തിലും അതേപോലെ കാതുകൾ അഹങ്കരിക്കുന്നവരെ, ഏത് പ്രവാചകനാണ് ഇവിടെ പീഡയേൽക്കാത്തത്? ഏത് ക്രിസ്ത്യാനിയാണ് വേദനിക്കാത്തത്? കർത്താവിന്റെ ആഗമനം മുൻകൂട്ടി പ്രവചിക്കാൻ വന്നവന് അവിടെ കഴുത്തറുത്ത് കൊന്നു. അതാണ് സ്നാപകയോഹന്നാൻ. യേശു ക്രിസ്തുവിന്റെ ആഗമനം പ്രവചിക്കാൻ വന്നവനെ കഴുത്തറുത്ത് കൊന്നു. വീണ്ടും നമ്മൾ ഇതിനകത്ത് കാണുന്നുണ്ട്. തുടർന്ന് വായിക്കുമ്പോൾ 60-ാമത്തെ വാക്യത്തിൽ പറയാൻ കാരണം, 60 വാക്യത്തിൽ സ്റ്റീഫൻ എന്ന് പറയുന്ന സഭയുടെ ഏറ്റവും ആദ്യത്തെ രക്തസാക്ഷിയായ സ്റ്റീഫനെ കല്ലെറിഞ്ഞു കൊല്ലുകയാണ്. സ്റ്റീഫനെ കല്ലെറിഞ്ഞു കൊല്ലുമ്പോൾ 60 മുതൽ വായിച്ച് 60 വരെ, അവൻ മുട്ടുകുത്തി വലിയ സ്വരത്തിൽ അപേക്ഷിച്ചു, കർത്താവേ, ഈ പാപം അവനെ മേൽ ആരോപിക്കരുത്. ഇത് പറഞ്ഞ് അവൻ കർത്താവിൻ്റെ നാമത്തിൽ യേശുക്രിസ്തുവിന് വചനം പ്രഘോഷിച്ചപ്പോൾ സാവൂൾ ഉൾപ്പെടെ ഈ സ്റ്റീഫനെ പിടിച്ചുകൊണ്ടുപോയി പട്ടണത്തിന് വെളിയിൽ നിർത്തി കല്ലെറിഞ്ഞു വന്നപ്പോൾ പറയുകയാണ്, ഇതാ എന്നെ കല്ലെറിയുന്നതിന് മേൽ കരുണ തോന്നണമേ, അവരോട് ക്ഷമിക്കണമേ, അവരെ പാപം അവരുടെ മേൽ വരുത്തരുത് എന്ന് പറഞ്ഞപ്പോൾ സ്വർഗം തുറന്നു. ഇതാ സ്റ്റീഫൻ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവിനെ കാണുകയാണ്. ഹല്ലേലൂയ, മനസ്സിലാവുന്നു? ഹല്ലേലൂയ. അങ്ങനെ രക്തസാക്ഷികളുടെ ചുടുനിണം വീണ് കൊടുക്കുന്ന മണ്ണിൽ ഉയർന്നു വന്നതാണ് ക്രിസ്തു സ്ഥാപിച്ച സഭ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സഭയിൽ ഇന്ന് അനേകർ, എത്രയോ പേര് തിരുസഭയിലൂടെ രക്ഷപ്പെട്ടു പോയി. എത്രയോ മാനസാന്തരങ്ങൾ, എത്രയോ വിടുതലുകൾ, എത്രയോ സൗഖ്യങ്ങൾ, എത്രയോ ബന്ധനങ്ങൾ അഴിഞ്ഞു തിരുസഭയിലെ ശുശ്രൂഷകൾ വഴിയാ. എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന വൈദികർ, നിങ്ങളെടുത്തിരിക്കുന്ന സിസ്റ്റേഴ്സ്, എല്ലാം എത്രയോ കാര്യങ്ങൾ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ, മനസ്സിലാവുന്നു? ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾക്ക് അഭിമാനിക്കാം ഞാൻ ക്രിസ്ത്യാനി ആയതിൽ. പക്ഷേ ക്രിസ്ത്യാനികളെ കാത്തിരിക്കുന്ന രക്തസാക്ഷിത്വമാണ്. കണ്ടമാൽ ഒറീസായിൽ അവിടെ മിഷണറിമാർ നിന്ന് ഈശോയെക്കുറിച്ച് പറഞ്ഞു. എന്നാൽ നാളുകൾ കഴിഞ്ഞപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെയുള്ളവരെല്ലാം പിടിച്ചു കെട്ടി കത്തിച്ച് ചാമ്പലാക്കി. ഇന്ന് ഒറീസ ഒരു ക്രിസ്തീയ സംസ്ഥാനമായിട്ട് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എവിടെയെല്ലാം ക്രിസ്ത്യാനികൾ പീഡിക്കപ്പെടുന്നോ അവിടെയെല്ലാം ക്രിസ്ത്യാനികൾ അതിനേക്കാൾ ഇരച്ച് വളരും. ഹല്ലേലൂയ. സഭ എവിടെയെല്ലാം തകർക്കപ്പെടുന്നോ അവിടെ സഭ വീണ്ടും ശക്തി പ്രാപിക്കും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. പീഡിപ്പിക്കുമെന്ന് അറിയുന്നില്ല, ഇവരെ കൊന്നൊടുക്കി കഴിഞ്ഞാൽ അവർ നശിക്കുമെന്ന് അറിയുന്നില്ല, അല്ലെങ്കിൽ വീണ്ടും വീണ്ടും വളരുമെന്ന് അറിയുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആദ്യം നല്ല തിരുസഭയോട് സ്നേഹം വേണം. നിങ്ങൾ ഈ തിരുസഭയെ സ്നേഹിക്കണം. തിരുസഭയിൽ ഇന്ന് തിരുസഭയുടെ ശക്തി എത്രയെല്ലാം തിരുസഭയ്ക്കെതിരെ ആഞ്ഞടിച്ചാലും, എവിടെയെല്ലാം ആരെല്ലാം പരാജയപ്പെട്ടാലും, മാർപ്പാപ്പയ്ക്കെതിരായിട്ടും മെത്രാമാർക്കെതിരായിട്ടും വൈദികർക്കെതിരായിട്ടും സിസ്റ്റേഴ്സിനെതിരായിട്ടും എല്ലാം തിരിഞ്ഞ് ആളുകൾ മുഴുവൻ ഒരുമിച്ച് ഒറ്റക്കെട്ടായി ആക്രമിച്ചാലും, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറയും, യേശു ക്രിസ്തു സ്ഥാപിച്ച സഭ തകരുകയല്ല. അവിടെ ഒരു ഈശോയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ ശരീരത്തിൽ പൊടിയുന്ന രക്തം ആ മണ്ണിൽ നിന്നും അത് ഒരു മഴവെള്ളം മണ്ണിലേക്ക് വീണ് അവിടെ സസ്യങ്ങൾ ആർത്ത് വളരുന്നത് പോലെ ക്രിസ്ത്യാനി ഉയരും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. വിശുദ്ധ പൗലോസ് തിമോത്തി എഴുതിയ 2-ാം ലേഖനത്തിൽ 1-ാം അധ്യായം 8-ാമത്തെ തിരുലിഖിതം 2 തിമോത്തി 1:8 നമ്മുടെ കർത്താവിന് സാക്ഷ്യം നൽകുന്നതിൽ അവൻ്റെ തടവുകാരൻ എന്നെ പ്രതിയും ദൈവത്തിൻ്റെ ശക്തിയാൽ ആശ്രയിച്ചുകൊണ്ട് അവൻ്റെ സുവിശേഷത്തെ പ്രതിയുള്ള ക്ലേശങ്ങളിൽ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം നീ ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ, ഇന്ന് വചനം കേട്ട് പുറത്തേക്ക് പോയിട്ട് നീ യേശു ക്രിസ്തുവിനെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിനക്കും കാത്തിരിക്കുന്നത് പീഡയാണ്, സഹനമാണ്, കഴുത്തിറക്കുന്നതല്ല. മറിച്ച് പല വിധത്തിലുള്ള സങ്കടങ്ങൾ കുടുംബത്തിൽ നിന്നും വ്യക്തികളിൽ നിന്നും സമൂഹത്തിൽ നിന്നും നീ സ്വീകരിക്കേണ്ടി വരും. ഒരു വൈറ്റ് മാറ്റിടമാണ്, അല്ലെങ്കിൽ ഒരു രക്തസാക്ഷിത്വം, രണ്ടും പ്രതീക്ഷിച്ച് വേണം നീ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് പല വിധത്തിൽ
നമുക്ക് പീഡകൾ ഉണ്ടാവും. ഇത് നോക്ക്, ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ എത്രയോ മതങ്ങൾ ലോകത്തിലുണ്ട്, എത്രയോ വിശ്വാസങ്ങൾ ലോകത്തിലുണ്ട്. എന്നാൽ ഏറ്റവും അധികം പീഡിപ്പിക്കപ്പെടുന്നത് ആരാ? ഏറ്റവും അധികം വേദനിക്കുന്നവരാരാ? ഏറ്റവും അധികം യേശു ക്രിസ്തുവിന് വേണ്ടി മരിക്കുന്നവര് ആരാ? വിശ്വാസികൾ. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ മാത്രമേ മരിക്കുന്നുള്ളൂ. ഹല്ലേലൂയ. മനസ്സിലാവുന്നു? ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശു ക്രിസ്തുവിന്റെ സഭയെ തകർക്കുവാനാണ് ഇന്ന് സാത്താൻ. കാരണം യേശു ക്രിസ്തുവിന്റെ സഭ വളർന്നാൽ അവൻ രണ്ടാമത്തെ ആഗമനത്തിൽ കർത്താവ് വരുമ്പോൾ സഭയിൽ വിശ്വാസം കണ്ടെത്താൻ പറ്റുമോ എന്നാണ് പറയുക. അനേകർ വിശ്വാസം ഉപേക്ഷിച്ച് പോകും, അനേകർ വിശ്വാസം ഉപേക്ഷിച്ച് പോകും, അനേകർ ദൈവത്തെ തള്ളിപ്പറയും, അനേകർ യേശു ക്രിസ്തുവിനെ തള്ളിപ്പറയും, അനേകർ യേശു ക്രിസ്തുവിന് ബൈബിളെടുത്ത് കത്തിച്ച് കളയും, വിശുദ്ധ ഗ്രന്ഥത്തെ നശിപ്പിക്കും, വിശുദ്ധരെ തള്ളിക്കളയും, കുടുംബങ്ങളിൽ പ്രാർത്ഥന വിട്ടുപോകും, കുടുംബങ്ങളിൽ വിശ്വാസങ്ങൾ ഉണ്ടാകുകയില്ല, മക്കൾ താന്തോന്നുകളാകും, അനുസരണക്കേടിന്റെയും വഷളത്വത്തിന്റെയും അതുപോലെ ഈ ലോകത്തിന്റെ അന്ധകാരം പിടിപെട്ട് ബുദ്ധിയിലും യുക്തിയിലും ചിന്തിച്ച് ഇന്ന് കടന്നു പോകുന്നവരുണ്ടാവും. അത് കടന്നു വരാനിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണം, എൻ്റെ കുടുംബത്തെ മരിക്കുന്നതോട് വരെയും വിശ്വാസത്തിൽ മരിക്കാൻ അനുവദിക്കണം. മരിച്ചാൽ അതായത് ഇന്ന് ഞാൻ യേശു ക്രിസ്തുവിനെ പറ്റി മരിക്കാൻ റെഡിയായാൽ ഞാൻ യേശു ക്രിസ്തുവിനെ ഉപേക്ഷിക്കുകയില്ല, അങ്ങനെ തീരുമാനിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇന്ന് നമുക്കിവിടെ എത്രയോ പള്ളികളാണ്, അവിടെ തൊട്ടടുത്ത് അടുത്തടുത്ത് പള്ളികൾ, പല പള്ളികളുണ്ട്, അവിടെ തിരുനാളുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുപോലെ വിശ്വാസികൾ ആർത്ത് അതായത് ഇങ്ങനെ തിങ്ങിക്കൂടിയതാണ് യൂറോപ്പിൽ. ഹല്ലേലൂയ. ഇന്ന് അവിടുത്തെ ദേവാലയത്തിൽ ആളുകളില്ല. കാരണം എന്താ? അവർ യേശു ക്രിസ്തുവിന് തിരുസഭയ്ക്കെതിരെ സംസാരിച്ചു. യേശു ക്രിസ്തുവിന് തിരുസഭ എന്താ പ്രത്യേകിച്ച് ചില കാര്യങ്ങളൊക്കെ അംഗീകരിക്കാൻ അനുസരണക്കേടിൻ്റെ സ്വഭാവമായി എന്ത് ചെയ്തു? മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ നേതൃത്വത്തിൽ സഭയിൽ നിന്ന് പിരിഞ്ഞുപോയി. എന്നിട്ട് 2, 3, 4 ആയിട്ടും അവരവരുടേതായ വിശ്വാസം സംരക്ഷിച്ചു. അങ്ങനെ സഭയിൽ നിന്ന് വൈദികർ വിട്ടുപോയി, സിസ്റ്റേഴ്സ് വിട്ടുപോയി, അൽമായർ വിട്ടുപോയി, അങ്ങനെ പ്രാർത്ഥനയില്ല. ഇപ്പോൾ അവിടെയുള്ള ആളുകൾക്ക് യേശു ക്രിസ്തു ആരാണെന്ന് ചോദിച്ചാൽ അറിയാൻ പറ്റാത്ത അവസ്ഥയായി. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ തിരുസഭയ്ക്കെതിരെ സംസാരിക്കുമ്പോൾ, വൈദികർക്കെതിരെ സംസാരിക്കുമ്പോൾ, ഒരു കാലഘട്ടം കഴിയുമ്പോൾ, ചിലപ്പോൾ നിങ്ങളുടെ കാലഘട്ടം കഴിയുമ്പോൾ ഈ ദേശത്ത് ഒരു വൈദികനെ കണ്ടെത്താൻ കഴിയുമോ? ഒരു സിസ്റ്ററിനെ കണ്ടെത്താൻ കഴിയുമോ? ഇവിടുത്തെ ദേവാലയത്തിൽ പ്രാർത്ഥന ഉണ്ടാവുമോ? പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇത് ബലിപീഠമാണ്. ഒരു 10-20 മിനിറ്റുകൾക്ക് മുമ്പ് ഈ ബലിപീഠത്തിൽ ഇവിടെ ഒരു വൈദികൻ അപ്പവും വീഞ്ഞും ഉയർത്തി അത് ആശീർവദിച്ച് ആ ബലിവസ്തുക്കളെ യേശു ക്രിസ്തുവിന് തിരുശരീരവും തിരുരക്തമായി രൂപാന്തരപ്പെടുത്തിയ സ്ഥലം, ഒരു വലിയ അത്ഭുതം നടന്ന ബലിപീഠമാണിത്. ഹല്ലേലൂയ. ഇതുപോലെ വർഷങ്ങളായി അനേക വിശുദ്ധരായ വൈദികർ ബലിയർപ്പിച്ച ബലിപീഠങ്ങൾ ഇന്ന് വിദേശ രാജ്യങ്ങളിൽ അവിടെ ബലിയർപ്പിക്കാൻ ആളില്ലാതെ ഈ ദേവാലയങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റാതെ, ടാക്സ് അടയ്ക്കാൻ ഗവൺമെന്റിലേക്ക് ടാക്സ് അടയ്ക്കാൻ പറ്റാതെ വന്നപ്പോൾ എന്ത് ചെയ്തു? രൂപതകൾ ഈ ദേവാലയങ്ങളെ ലേലത്തിന് വെച്ചു. അപ്പോൾ ഈ ദേവാലയത്തിൽ കൊത്തുമണികളുള്ള നല്ല ടേബിളുകളൊക്കെ കണ്ടിട്ട് മധ്യരാജാക്കന്മാർ അത് വിലക്ക് പിടിച്ചിട്ട് ഇന്ന് യേശു ക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവും അർപ്പിച്ച് പ്രാർത്ഥിച്ച ബലിപീഠത്തിൽ മദ്യം വിളമ്പുന്ന രാജ്യങ്ങൾ. പ്രിയപ്പെട്ട സഹോദരൻ, നമ്മുടെ ചങ്ക് തകർന്നു പോകും. നമുക്കിപ്പോൾ ഒരു വേദന ഉണ്ടാവും. അവിടെ ഇരുന്ന് മദ്യവും മദിരാശിയുമായി ആ ദേവാലയത്തിൽ ഇന്ന് പേക്കൂത്തുകൾ നടക്കാം. ഇതുപോലെ നാം വിശ്വാസത്തിൽ നിന്നും അകന്നു പോകുമ്പോൾ, തിരുസഭയ്ക്കെതിരെ സംസാരിക്കുമ്പോൾ, വ്യക്തികൾക്കെതിരെ സംസാരിക്കുമ്പോൾ, മെത്രാന്മാർക്കെതിരെ സംസാരിക്കുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ ഇതുപോലെ ഒരു കാലഘട്ടത്തിൽ ഇതുപോലെ തന്നെ സംഭവിക്കും. ഞാനതാ പറഞ്ഞത്, ജനത്തിന് ഇന്നും തിരിച്ചറിവില്ല, ജനം തിരിച്ചറിഞ്ഞിട്ടില്ല. കർത്താവിന് കണ്ണുനീരാണ് പേമാരി, കർത്താവിന് സങ്കടമാണ് പ്രളയം. തിരുസഭയ്ക്കെതിരെ ആഞ്ഞടിക്കുമ്പോൾ, മെത്രാന്മാർക്കെതിരെ ആഞ്ഞടിക്കുമ്പോൾ, തിരുസഭയുടെ മേൽ കരിവാരി തിരക്കുമ്പോൾ, അവർക്കെതിരെ പരസ്യമായി മീഡിയയിലൂടെ സംസാരിക്കുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹൃദയം നൊന്ത് കരഞ്ഞ് വേദനിക്കുന്നവരുടെ കണ്ണുനീരാണ് പ്രളയം. ഹല്ലേലൂയ, ഹല്ലേലൂയ.
അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കൺവെൻഷൻ അവസാന ദിവസം എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. രക്തസാക്ഷിത്വം വഹിച്ച് മരിച്ചു എത്രയോ, അത് എന്തുകൊണ്ടാണ് അവർ എന്നിട്ട് ഞാൻ ചിന്തിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കണം, എന്തുകൊണ്ടാണ് യേശു ക്രിസ്തുവിൻ്റെ കൂടെയുള്ള അണികൾ, യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവർ, അവർ മരിക്കാൻ തയ്യാറായത്? ഹല്ലേലൂയ, മനസ്സിലാവുന്നു? ഹല്ലേലൂയ. 2 പത്രോസ് അതിൽ 1-ാം അധ്യായം 16-ാമത്തെ തിരുവചനം. 2 പത്രോസ് അതിൽ 1:16. 2 പത്രോസ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശക്തിയെയും പ്രത്യാഗമനത്തെയും കുറിച്ച് കൗശലവും മെനഞ്ഞെടുത്ത കാൽപ്പനിക കഥകളെ വിശ്വസിച്ചുകൊണ്ടല്ല, ഞങ്ങൾ അവൻ്റെ ഇതുകൊണ്ടാണ് അവൻ മരിക്കാൻ തയ്യാറായത്. ഞാൻ നിങ്ങളുടെ ഒരു കഥ പറഞ്ഞതാ, യേശു ക്രിസ്തു ഇങ്ങനെ ജീവിച്ചു, അവൻ മരിച്ചു, അവൻ രക്തം ചിന്തി എന്ന് ഞാനൊരു കഥ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങളത് കേൾക്കും. ആ കഥ കേട്ടിട്ട് നിങ്ങൾ ആ കഥയിൽ പറഞ്ഞ കഥാപാത്രത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറാകുകയില്ല. ഇവിടെ പത്രോസ് പറയാണ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശക്തിയെയും അവന്റെ പ്രത്യാഗമനത്തെയും കുറിച്ച് ഞങ്ങൾ നിങ്ങളെ അറിയിച്ചത് കൗശലപൂർവ്വം മെനഞ്ഞെടുത്ത കാൽപ്പനിക കഥകളെ വിശ്വസിച്ചത് കൊണ്ടല്ല. പിന്നെന്താ? ഞങ്ങൾ അവന്റെ ശക്തി പ്രഭാവത്തിൽ ദൃക്സാക്ഷികളാണ്. ഹല്ലേലൂയ. ഇത് നിങ്ങൾ യേശു ക്രിസ്തുവിനെയും യേശു ക്രിസ്തുവിന്റെ സഭയെയും യേശു ക്രിസ്തുവിന്റെ സഭയെ നയിക്കുന്ന അപ്പസ്തോലന്മാരെയും തള്ളിപ്പറയാൻ കാരണം യേശു ക്രിസ്തുവിന്റെ ശക്തി പ്രഭാവത്തിൽ നിങ്ങൾക്ക് വിശ്വാസമില്ല. നിങ്ങളൊക്കെ അനുഗ്രഹം പ്രാപിക്കാം, അയ്യോ എൻ്റെ വലിവ് മാറണം, എൻ്റെ കടബാധ്യത മാറണം, എൻ്റെ രോഗം മാറണം. കടബാധ്യത മാറിയില്ല, പിന്നെ അവന് യേശു ഇല്ല. കടബാധ്യത മാറിയില്ല, ഇനി എന്ത് പ്രാർത്ഥിക്കണം? പക്ഷേ തകർച്ചയിലും വേദനയിലും സങ്കടത്തിലും യേശു ക്രിസ്തുവിനെ വിടാതെ പിടിച്ചവർ അപ്പസ്തോലന്മാർ. കാരണം അവർക്ക് യേശു ക്രിസ്തുവിന്റെ ശക്തി പ്രഭാവത്തെക്കുറിച്ച് അവർ ദൃക്സാക്ഷികളാണ്. യേശുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരാൾ പോട്ടെ, അതിന് പകരമായിട്ട് ഒരാളെ എടുത്തു, ബർണബാസ്. ഈ 12 പേരിൽ, ആ 12 പേരിൽ 12 പേരും അതിലൊരാൾ ശരിക്കും സാധാരണ മരിച്ചു, യോഹന്നാൻ ശ്ലീഹ. ബാക്കി 11 പേര് എങ്ങനെയാ മരിച്ചത്? 11 പേര് എങ്ങനെയാ മരിച്ചത്? ഇവര് ഇത് ചുമ്മാ വെറുതെ ഒരാൾക്ക് വേണ്ടി മരിക്കുവോ? ഒരു വ്യക്തിക്ക് വേണ്ടി മരിക്കുവോ? ഹല്ലേലൂയ, മരിക്കേല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരുടെ മരണം എന്നൊക്കെ പത്രോസ് ശ്ലീഹ തന്നെ കുരിശിൽ തറച്ച് കൊല്ലാൻ കൊണ്ടുപോകുമ്പോൾ പത്രോസ് ശ്ലീഹ പറയാണ്, എനിക്കൊരു ആഗ്രഹം, എന്നെ കുരിശിൽ തറച്ചോ, എന്നെ കൊല്ലണമെന്ന് ഞാൻ പറയുന്നത്. തറച്ച് കൊല്ലുകയോ നിങ്ങൾ എന്ത് വേണം ചെയ്തു, പക്ഷേ തലകീഴായി എന്നെ കുരിശിൽ തറക്കണം. കാരണം എൻ്റെ പിതാവ്, എൻ്റെ ദൈവം ഇന്ന് കുരിശിൽ നിവർന്നു നിന്ന് മരിച്ചെങ്കിൽ ആ കുരിശിൽ നിവർന്ന് മരിക്കാൻ ഞാൻ യോഗ്യനല്ല. തലകീഴായി എന്നെ കുരിശിൽ തറയ്ക്കുക. തലകീഴായി കുരിശിൽ തറച്ചു കൊന്നു. വീണ്ടും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീണ്ടും ആൻഡ്രൂസ്, വിശുദ്ധ അന്ത്രയോസ് കുരിശിൽ തറച്ചു കൊന്നു. മത്തായി വാളുകൊണ്ട് കഴുത്ത് വെട്ടി. പിന്നെ ജെയിംസ് കുരിശിൽ തറച്ചിട്ട് കല്ലെറിഞ്ഞ് കൊന്നു. കുരിശിൽ തറച്ച മാത്രം, പിന്നെ കല്ലെറിഞ്ഞു. ഫിലിപ്പോസ് കുരിശിൽ തറയ്ക്കപ്പെട്ടു. സൈമൺ കുരിശിൽ തറച്ചു. വിശുദ്ധ തോമാസ് ലീഗ കുന്തം കൊണ്ട് കുത്തിക്കൊന്നു. യോഹന്നാൻ ശ്ലീഹയാണ് ഒരാൾ മരിച്ചത്. പിന്നെ നോക്കുക, ബർത്തലേമിയോ തൊലി ഒത്ത ഉരിഞ്ഞെടുത്തിട്ട് പിന്നെ കുരിശിൽ തറച്ച്. തൊലി, പശുവിനെ തൊലി ഇറച്ചി തിന്നാൻ വേണ്ടി പൊളിക്കുന്ന ഒരു തൊലി പൊളിച്ചിട്ട് കുരിശിൽ തറച്ച്. ഹല്ലേലൂയ, യേശുവേ നന്ദി. ഇതെല്ലാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓരോ സമയം കുറേശ്ശാണ് ചെയ്യുന്നത്. അപ്പോഴൊക്കെ അവർ പറയും, യേശു ക്രിസ്തുവിനെ തള്ളിക്കളയ, നിങ്ങൾക്ക് ഞാൻ രക്ഷിക്കാം എന്ന് പറയുമ്പോൾ അവർ പറയും, യേശു ക്രിസ്തു ദൈവമാണെന്ന് ഞങ്ങൾക്കറിയാം, അവന് വേണ്ടി ജീവിക്കും, അവന്റെ സഭയിൽ ഞങ്ങൾ രക്തസാക്ഷികളാണ്. കാരണം കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രഭാവത്തെയും അവന്റെ പ്രത്യാഗമനത്തെക്കുറിച്ച് അവർക്ക് ഉറപ്പുള്ളത് കൊണ്ട്. അതുകൊണ്ട് ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും വലിയ കാറ്റടിച്ചാലും അവർ തിരുസഭയിൽ ഉറച്ചു നിന്നു. അങ്ങനെ 11 പേര് മരിച്ചു. ഹല്ലേലൂയ. യോഹന്നാൻ ശ്ലീഹായെ പിടിച്ചുകൊണ്ടുപോയി വലിയൊരു കുട്ടകത്തിനകത്തേക്ക് എണ്ണ തിളപ്പിച്ചിട്ട് എണ്ണക്കകത്തേക്ക് എടുത്തിട്ട് പഴം പൊരിച്ചെടുക്കുക. അതുപോലെ മീനൊക്കെ എണ്ണക്കകത്തേക്ക് എടുത്തോലെ ശിശിന്നൊരു ഒച്ച കേട്ടു. അതിനകത്ത് എഴുന്നേറ്റ് വന്നു. അത് പൊള്ളി പോലുമില്ല, പൊള്ളിയില്ല. തിളച്ച എണ്ണക്കകത്ത് കിടന്നിട്ട് ഇളക്കിയിട്ടും അറിയില്ല. പിന്നെ എന്ത് ചെയ്തു? എന്നെ കൊല്ലാൻ പറ്റില്ല അവർക്ക്. ഹല്ലേലൂയ, യേശുവേ നന്ദി.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ എണ്ണയ്ക്കകത്ത് കിടന്ന് പൊരിയുമ്പോഴും യേശുവിനെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുന്ന, ഹല്ലേലൂയ. പ്രിയപ്പെട്ട അതുപോലെ അങ്ങനെ ആ അപ്പോസ്തലന്മാർ കൊടുത്ത അതേ അഭിഷേകത്തിൽ ഇന്ന് സഭ 2018 വർഷത്തിൽ 19 വർഷത്തിൽ നിൽക്കുമ്പോൾ ഇന്നും ഈ കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ ഈ തൊട്ട് ഈ മണിക്കൂർ വരെയും എവിടെയെങ്കിലൊക്കെ യേശു ക്രിസ്തുവിന് വേണ്ടി മരിക്കുന്നവരുണ്ട്, യേശു ക്രിസ്തുവിന് വേണ്ടി പീഡിപ്പിക്കുന്നവരുണ്ട്, യേശു ക്രിസ്തുവിന്റെ സഭയ്ക്ക് വേണ്ടി ഇന്നും തൻ്റെ ജീവൻ കൊടുത്ത് മരിക്കാൻ തയ്യാറായവരുണ്ട്. അതാണ് സഭയുടെ ബലം. ഹല്ലേലൂയ. മനസ്സുറന്ന് ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നിങ്ങൾക്ക് എവിടെ ഇരുന്ന് സഭയ്ക്കെതിരെ പറഞ്ഞാലും, അനേക സഭയ്ക്കെതിരെ അല്ലെങ്കിൽ മീഡിയയിലൂടെയോ അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥത്തെ ബൈബിളിനെ തെറ്റായി വ്യാഖ്യാനിച്ചോ, കർത്താവിന് 7-ാം തിരുമുറി ഉണ്ടെന്നോ 6-ാം തിരുമുറി ഉണ്ടെന്നോ അല്ലെങ്കിൽ അങ്ങനെ മുറിവുകളെ കുറിച്ച് പറഞ്ഞ് കഥയിറക്കിയാലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ക്രൈസ്തവ സഭ തകരുകയില്ല. കാരണം രക്തസാക്ഷികളുടെ ചുടിനിണം വീണ് കുതിർന്ന മണ്ണിൽ ഉയർന്നു വന്നതാണ് സഭ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഭയിൽ ഒരു അൽമായനായിരുന്നു തോമസ് മൂർ എന്ന് പറയുന്ന ഈ സഹോദരൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല പ്രാർത്ഥനയും നല്ല വിശുദ്ധിയുണ്ട്, നല്ല പ്രാർത്ഥനയും നല്ല വിശുദ്ധിയും. എന്നാൽ രാജാവ് ദൈവവചനം ലംഘിക്കുന്നത് കണ്ടപ്പോൾ തോമസ് മൂർ പറഞ്ഞു, നീ ചെയ്യുന്നത് ശരിയല്ല. രാജാവ് അവനെ തുറങ്ങളിലടിച്ച അവസാനം പ്രിയപ്പെട്ട സഹോദരങ്ങളെ കൊല്ലാൻ കൊണ്ടുപോകുമ്പോൾ മക്കളൊക്കെ വന്ന് തടയുന്നുണ്ട്. അപ്പോഴും എനിക്ക് ജീവിതം ക്രിസ്തുവാണ് എനിക്ക് ഏറ്റവും, ഈ ലോകത്തിലെല്ലാം ഉണ്ട്, പക്ഷേ ക്രിസ്തുവാണ് എനിക്ക് ഏറ്റവും വലുത്. ഹല്ലേലൂയ. രക്തസാക്ഷികൾ ചുടി നോക്ക്, മരിക്കുമ്പോൾ വരെയും പറഞ്ഞ വാക്ക് നോക്കണം, ഞാൻ രാജാവിന് നല്ല സേവനായിരുന്നു, പക്ഷേ ഗോഡ് ഈസ് ഫസ്റ്റ്, യേശു ക്രിസ്തു ഈസ് ഫസ്റ്റ്. ഹല്ലേലൂയ. മനസ്സുറന്ന് ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. മരിക്കുന്നവരുടെ യേശു ക്രിസ്തുവിനെ കുരിശിനെ ആശ്ലേഷിച്ച് സ്വന്തം കഴുത്തിനെ ആരാച്ചാർക്ക് മുമ്പിൽ നീട്ടുന്നതിന് മുമ്പ് ആരാച്ചാരെ അനുഗ്രഹിച്ച് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മരിക്കുന്ന രക്തസാക്ഷി ഈ സഭയെ തകർക്കുവാൻ ഈ ലോകത്തിൽ ഒരു നാരകീയ ശക്തിക്കും ശരിയല്ല. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. അപ്പോസ്തല പ്രവർത്തനം 5-ാം അധ്യായത്തിൽ 40, 41, 42 തിരുലിഖിതങ്ങൾ. അപ്പോസ്തല പ്രവർത്തനം 5-ാം അധ്യായം. അവർ അപ്പോസ്തലന്മാരെ അകത്ത് വിളിച്ച് പ്രകരിച്ച ശേഷം യേശുവിന്റെ നാമത്തിൽ സംസാരിച്ച് പോകരുതെന്ന് കൽപ്പിച്ച് അവർ വിട്ടയച്ചു. അവരാകട്ടെ യേശുവിന്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ച് സന്തോഷിച്ചുകൊണ്ട് സംഘത്തിൽ നിന്ന് പുറത്തുപോയി എല്ലാ ദിവസവും ദേവാലയത്തിൽ വെച്ച് ഭവനം തോർന്ന് യേശു ക്രിസ്തു എന്ന് പഠിപ്പിക്കുന്നതിലും പ്രസംഗിക്കുന്നതിൽ നിന്നും വിരമിച്ചില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നത് വിരമിച്ചില്ല. പൗലോസ്ലീഹ ഇതുപോലെ തന്നെ പൗലോസ്ലീഹ പറഞ്ഞ അവസാനം വരെയും ഈ പിരിച്ചു വിട്ടുപോരെ എന്ന് പറഞ്ഞു. അവസാനം നോക്ക് എത്ര സന്തോഷത്തോടു കൂടെയാണ് പൗലോസ്ലീഹ മരിക്കുന്നത് നോക്ക്. ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഞാൻ പ്രഭാഷകന്റെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ 1 മുതൽ 5 വരെ തിരുവചനങ്ങൾ. പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായം 1 മകനെ, എൻ്റെ മകനെ, നീ കർത്തൃ സൃഷ്ടിക്ക് ഒരുമിടുമ്പോൾ പ്രലോഭനങ്ങൾ നേരിടുക, നിന്റെ ഹൃദയവും അചഞ്ചലമായിരിക്കട്ടെ, ആപത്തിൽ അടിപറയരുത്, അവിടുത്തോട് വിട്ടകാലാതെ ചേർന്ന് നിൽക്കുക, നിന്റെ അതിദിനങ്ങൾ ധന്യമായിരിക്കും, വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക, ഞെരുങ്ങുന്ന ദൗർഭാഗ്യങ്ങളെ ശാന്ത വിടയിരുത്ത്. എന്നാൽ സ്വർണ്ണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു, സകലത്തിന് ചൂളയിൽ കർത്താവിന് സ്വീകാര്യമായ മനുഷ്യരും. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഇതുപോലെ ക്രൈസ്തവ ജീവിതങ്ങൾ നാം കർത്താവിന് വിട്ടുകൊടുക്കുമ്പോൾ അനേകർ ഇന്ന് ഈ പൗലോസ്ലീഹ പകർന്നു തന്നതുപോലെ, അപ്പോസ്തലന്മാരെ പകർന്നു തന്നതുപോലെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ തയ്യാറായത് കൊണ്ടാണ് ഇന്ന് നിങ്ങൾ ഈ ആലയത്തിൽ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാ കർത്താവിന് വേണ്ടി അനേകർ മരിച്ചു വീഴുന്ന സംഭവമുണ്ട്. കൊളോസിയത്തിന് സംഭവമുണ്ട്. റോമൻ കൊളോസിയം, അവിടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആളുകളെ കൊളോസിയത്തിലേക്ക് അഴിച്ചു വിട്ടിട്ട് ആളുകൾ നോക്കിയിരുന്ന് രസിക്കുന്നുണ്ട്. എന്നിട്ട് ആളുകളെ പന്തം പോലെ കത്തിച്ച് നിർത്തുമ്പോൾ അത് കണ്ട് യേശുവേ നന്ദി,
2 തിമോത്തി 2-ാം അധ്യായത്തിൽ 1 മുതൽ 8 വരെ 2 തിമോത്തി 2-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള തിരുലേഖനങ്ങൾ. അത് പറയുന്നത് എങ്ങനെയാണ്? എൻ്റെ മകനെ, യേശു ക്രിസ്തുവിൻ്റെ കൃപാവരത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കുക. അനേക സാക്ഷികളുടെ മുമ്പിൽ വെച്ച് നീ എന്നിൽ നിന്ന് കേട്ടവ മറ്റുള്ളവരെ കൂടി പഠിപ്പിക്കാൻ കഴിവുള്ള വിശ്വസ്തരായ ആളുകൾക്ക് യേശു ക്രിസ്തുവിന് നല്ല പടയാളിയെ പോലെ, സൈനിക സേവയിൽ ഏർപ്പെട്ടിരിക്കുന്ന പടയാളി തൻ്റെ സൈന്യത്തിൽ ചേർത്ത് ആളിന് ഇഷ്ടം നിറവേറ്റുന്നതിനാൽ മറ്റു കാര്യങ്ങൾ തടയാറില്ല. നിയമാനുസൃതം അനുസരിക്കാത്ത കായിക അഭ്യാസിക്കും കിരീടം ലഭിക്കുകയില്ല. അധ്വാനിക്കുന്ന കർഷകനാണ് വിളവിൻ്റെ ആദ്യ പങ്ക് ലഭിക്കേണ്ടത്. ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം നീ അവധാനപൂർവ്വം ചിന്തിക്കുക. എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ട കഴിവ് കർത്താവ് നിനക്ക് തരും. എൻ്റെ സുവിശേഷത്തിൽ പ്രഘോഷിച്ചിട്ടുള്ളതുപോലെ ദാവീദിന്റെ വംശജനും മരിച്ചവരിൽ നിന്ന് ഉയർത്തതുമായ യേശു ക്രിസ്തുവിനെ നീ സ്മരിക്കുക. ഹല്ലേലൂയ. യേശുവേ നന്ദി. സഹനങ്ങൾ സ്വീകരിക്കുക. തിരുസഭയിൽ നിന്ന് തിരുസഭയോട് കൂടെ ചേർന്ന് നിന്ന് പ്രവർത്തിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇന്ന് നമുക്കറിയാം, സഭയെ തകർക്കുവാനായി നമ്മളുടെ ഇടയിൽ അനേകർ പ്രവർത്തിക്കുന്നുണ്ട്. അനേകർ സഭയെ തകർക്കുവാനായും നമുക്കെതിരെ ഒത്തിരി ലേഖനങ്ങളും വാർത്തകളും സഭയിലുള്ളവർ തന്നെ സഭയുടെ ശത്രുക്കളായി മാറുന്ന കാലം. എന്നാൽ ആരൊക്കെ സഭയ്ക്കെതിരെ ഉയർന്നു വന്നാലും, ആരെല്ലാം ഉയർന്നു വന്നാലും രക്തസാക്ഷികൾ വീണ്ടും വീണ്ടും വന്ന് വീഴുന്നതനുസരിച്ച് സഭ ശക്തി പ്രാപിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നോക്ക്, സഭയെ തകർക്കുവാൻ എന്തെല്ലാം പ്രവൃത്തിയാണ്. ഒരു വൈദികനെതിരായിട്ടും മെത്രാന്മാർക്കെതിരായിട്ടും പ്രവർത്തിക്കുകയാണ്. വഴിയിലിരുന്ന് സമരം ചെയ്താലും, കൈകോർത്ത് പിടിച്ചാലും, യുദ്ധം ചെയ്താലും, മീഡിയയിലൂടെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയാലും, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എവിടെയെങ്കിലും ഒരാൾ യേശു ക്രിസ്തുവിന് വേണ്ടി മരിക്കാനുണ്ടാവും. ഹല്ലേലൂയ. യേശുവേ നന്ദി. കാരണം ഈശോ ഈ സഭ സ്ഥാപിച്ചത് ചുമ്മാ വെറുതെ കല്ലും മണ്ണും കൊണ്ടല്ല, മറിച്ച് രക്തത്താലാണ് യേശു ക്രിസ്തു തന്റെ സഭ സ്ഥാപിച്ചത്. ഹല്ലേലൂയ. മനസ്സോടുന്ന് ഹല്ലേലൂയ. അവിടുന്ന് കാൽവരി മലയിൽ ചിന്തിയത് ചുടുരക്തമാണ്. ആ രക്തത്തിന്മേൽ ആണ് ഈശോ തന്റെ സഭ സ്ഥാപിച്ചത്. പത്രോസാകുന്ന പാറമേൽ സ്ഥാപിച്ച സഭ ഇന്ന് 2019 വർഷത്തിലേക്ക് നിൽക്കുമ്പോൾ, പ്രിയപ്പെട്ട എന്തെല്ലാം ആക്രമിച്ചാലും, ആരെല്ലാം എതിർത്താലും, എല്ലാം പ്രവാചകന്മാരെ തകർത്താലും, എന്തെല്ലാം വൈദികരെ കരുതേച്ചാലും, അവിടെയെല്ലാം ഒരു സ്ഥലത്ത് സഭ തകർക്കപ്പെടുമ്പോൾ മറ്റൊരു സ്ഥലത്ത് സഭ ഉയർത്തെഴുന്നേൽക്കും. ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2033 വർഷമാകുമ്പോൾ ജൂബിലി വർഷമാണ്. ജൂബിലി വർഷം. ഹല്ലേലൂയ. ഈ വർഷം പ്രിയപ്പെട്ട അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ തീവ്രമായ മതപീഡനങ്ങൾ ഇനിയും ഉണ്ടാവും. അനേകം പേർ വീണ് മരിക്കും. വിശ്വാസം നഷ്ടപ്പെട്ട് പോകാതിരിക്കാൻ പ്രാർത്ഥിക്കുക. ഇന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നോക്ക്, തിരുസഭയിൽ ഏറ്റവും പവിത്രമായ കൂദാശകൾക്കെതിരെ ഇന്ന് ദൈവജനത്തെ തിരികുകയാണ്. കുമ്പസാരം വേണ്ട, കുമ്പസാരിപ്പിക്കേണ്ട, പ്രാർത്ഥന വേണ്ട, കുമ്പസാരക്കൂടെ എടുത്ത് കത്തിച്ചു കളയുക. ഹല്ലേലൂയ. ദൈവവചനത്തെ നശിപ്പിക്കുക, വചനത്തെ കീറിക്കളയുക. ഹല്ലേലൂയ. വിശുദ്ധ കൂദാശകളെ നശിപ്പിക്കുക. എന്നിട്ട് വിശുദ്ധ കുർബാനയെക്കാട്ടിൽ കൂടുതൽ അതിനേക്കാൾ ശക്തിയുള്ള സാത്താൻ ആരാധനകൾ എന്ന് പറഞ്ഞ് ബ്ലാക്ക് മാസ് പോലെയുള്ള സംഭവങ്ങൾ ഇന്ന് ലോകത്തിലേക്ക് വന്നു കഴിഞ്ഞു. ഇവിടെ മാത്രമേ, നമ്മുടെ ഈ നാട്ടിൽ തന്നെ ഉണ്ട് ബ്ലാക്ക് മാസ് ചെയ്ത് സഭയ്ക്കെതിരെ അന്ധകാരായി പിശാചിനെ ആരാധിക്കുന്നവർ ഒത്തിരി. അങ്ങ് യൂറോപ്പിലേക്ക് അന്വേഷിച്ച് പോകണ്ട, നിങ്ങളുടെ സമൂഹത്തിൽ തന്നെ അന്വേഷിച്ച് നോക്ക്. പിശാചിനെ ആരാധിക്കും. എന്തിനാ? സഭയെ തകർക്കാൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് പ്രത്യേകിച്ച് കുട്ടികൾ ഇടുന്ന ഡ്രസ്സ് വരെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഐ ആം ദ വർഷിപ്പർ ഓഫ് ദ സൈറ്റൻ. ഒരു ബനിയനിൽ എഴുതി, ആരും അറിയുന്നില്ല, അതിട്ടൊന്ന് നടക്കുകയാണ്. നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ, അതായത് വിശുദ്ധ വസ്തുക്കൾ വരെയും ഇന്ന് പിശാച് ഏറ്റെടുത്ത് നമ്മുടെ കയ്യിൽ. അതുകൊണ്ടാണ് നമ്മൾ ആലോചിച്ചും ചോദിച്ചും അറിഞ്ഞും മാത്രമേ വിശുദ്ധ കുരിശ് വരെയും, അത് യേശു ക്രിസ്തുവിന്റെ കുരിശ് പോലെ ഇരിക്കും, പക്ഷെ അത് സാത്താൻ ആരാധന കുരിശ്, നിങ്ങളുടെ കഴുത്തിലെടുത്ത് കുരിശ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോക്ക്, കുട്ടികൾ വായിക്കുന്ന പുസ്തകം
കുട്ടികൾ വായിക്കുന്ന രീതികൾ ഇന്ന് ഞാൻ അത് മോശമായിട്ട് പറഞ്ഞു. ഞാൻ ഓർക്കാണ്, നിങ്ങളൊരു നിസ്സാര ഒരു ബാലരമ, അതിനെ കുറ്റമല്ല ഞാൻ പറയുന്നത്, കുറ്റമല്ല, അതിനകത്ത് ഒരു സംഭവമുണ്ട്, മായാവി. അതിനകത്ത് സംഭവം കാര്യം കുട്ടികൾക്ക് സന്തോഷമാണ്, പക്ഷേ അതിലൊരു ലുട്ടാപ്പി, കുട്ടൂസൻ, ഡാഗ്നി, ഇതൊക്കെ ഇത് വായിക്കുമ്പോൾ കുട്ടികൾക്ക് എന്താണ്? യേശു ക്രിസ്തുവിന് സ്നേഹം വർദ്ധിക്കുമോ അതോ കുട്ടിച്ചാത്തനോട് സ്നേഹം വർദ്ധിക്കുമോ? വിശുദ്ധ മിഖായേൽ മാലാഖയെ കുറിച്ച് പഠിക്കേണ്ട കുട്ടികൾ ഇന്ന് കുന്തത്തെ കയറി പോകും. അവർ കുന്തത്തെ തന്നെ പോകും, ഓവർ ആക്റ്റീവ്. ഹല്ലേലൂയ. ഞാൻ പച്ചയ്ക്ക് പറയും, എനിക്കിത് ഒന്നും നോക്കാനില്ല, മരിക്കാൻ റെഡിയാ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുട്ടികൾ ബാലരയ്ക്ക് വേണ്ടി വീണ്ടും കയ്യെ കൂടെ ഒട്ടിച്ചു വെക്കുന്ന ടാറ്റു എന്ന് പറയുന്ന സാധനമുണ്ട്. പിശാചിന്റെ ചിത്രങ്ങളാണ് നോക്ക് കയ്യെ കൂടെ ഒട്ടിച്ചു വെക്കുന്നത്. ആ കുട്ടി പിന്നെ വിശ്വാസത്തിൽ വളരുമോ അതോ അശുദ്ധി വളരുമോ? കാണാൻ പോകുന്ന സിനിമ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിശാചിന്റെ ശക്തിയെ കാണിക്കുന്ന സിനിമ പോയി കണ്ടിരുന്ന് രസിക്ക്, തുള്ളിച്ചാട്. സിനിമ കാണണ്ടെന്നോ സിനിമയ്ക്ക് പോകണമെന്നോ സിനിമ അഭിനയിക്കുന്നത് തെറ്റാണോ എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എൻ്റെ വിശ്വാസത്തെ, എൻ്റെ മക്കളുടെ വിശ്വാസത്തെ, എൻ്റെ മക്കളിൽ യേശു ക്രിസ്തുവിന്റെ ചൈതന്യം നഷ്ടപ്പെടുന്ന ഒരു പ്രവൃത്തിയും ചെയ്യാൻ നീ അനുവദിക്കരുത്. കാലം കഴിയുമ്പോൾ നിന്റെ മക്കൾ പറയും, യേശുവിനെ കുറിച്ച് നീ പറയുമ്പോൾ അവർ പറയും എനിക്കറിയത്തില്ല എന്ന് പറയും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നിന്ന് നമ്മൾ നമുക്ക് ഈ ഡ്രസ്സിൻ്റെ കാര്യം, ഇത് പത്രങ്ങളെടുത്ത് വായിച്ച് നോക്ക്. ബ്ലാക്ക് മാസുകാർ, അതുപോലെ മറ്റു തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുന്നവർ അനേക പേര് യേശു ക്രിസ്തുവിനെ ആരാധിക്കാതെ അശുദ്ധി ആരാധിക്കുന്നവർ. ചെവിയിലേക്ക് മയക്ക് വരുന്ന കുത്തി ചെവിയിലേക്ക് പാട്ട് കേൾക്കണം, പൈശാചിക ആരാധനയുടെ പാട്ട്. അത് കേട്ടിട്ട് അവന് അമിതമില്ലാത്ത ലഹരിയിലേക്ക് പോവുകയാണ്. പിന്നീട് അവന് പിന്നെ എന്താ ചെയ്യുന്നതെന്ന് അറിയാൻ മേല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലെങ്കിൽ ഒരു 16 വയസ്സ് അല്ലെങ്കിൽ 20 വയസ്സുള്ള ഒരു ആൺകുട്ടിക്ക് സ്വന്തം അമ്മ കുളിമുറി കയറി കുളിക്കുമ്പോൾ രഹസ്യമായി ഏതെങ്കിലും ക്യാമറ വെച്ചിട്ട് അമ്മയുടെ ഫോട്ടോ അല്ലെങ്കിൽ ചിത്രം, വീഡിയോ പകർത്തിയിട്ട് കാശിന് വിൽക്കണമെങ്കിൽ അവൻ്റെ ഹൃദയത്തിൽ അശുദ്ധിയാണോ അതോ പിശാചാണോ അതോ നന്മയാണോ? എങ്ങനെ വന്നു ഇവന്റെ ഹൃദയം എത്ര കഠിനമായത്? ആര് കൊടുത്തു? നിങ്ങൾ വിശ്വാസം പകർന്നു കൊടുക്കാഞ്ഞിട്ടാണോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിങ്ങനെ പണത്തിന് വേണ്ടി, കാര്യങ്ങൾക്ക് വേണ്ടി ഓടുമ്പോൾ, തിരുസഭയ്ക്കെതിരെ നിങ്ങൾ സംസാരിക്കുമ്പോൾ, വൈദികർക്കെതിരെ സംസാരിക്കുമ്പോൾ, എത്രയോ അനേക വൈദികർ, അനേക സിസ്റ്റേഴ്സ്, എത്രയോ വിശുദ്ധരായ സിസ്റ്റേഴ്സ് ഉണ്ട് ഇവിടെ, എത്രയോ വിശുദ്ധരായ വൈദികരുണ്ട്, എത്രയോ വിശുദ്ധരായ മാർപ്പാപ്പമാരുണ്ട്, മെത്രാമാരുണ്ട്. അവരെല്ലാം നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടായി, നിങ്ങൾക്ക് അവരെതിരായി. ഒരു കല്യാണം നടത്തണമെങ്കിൽ അച്ഛൻ വേണം, അത് 5 10 ആണെങ്കിൽ നല്ലത്. പക്ഷേ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, കാര്യത്തിനോടൊക്കെ എതിര് ഇത് ഞാൻ പറയാൻ കാരണം, ഇന്ന് സാത്താന്റെ തന്ത്രങ്ങളാണ് ഇതെന്ന് നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾക്കെങ്കിലും ഒരു ബോധ്യം ഉണ്ടാവണം. ഹല്ലേലൂയ. യേശു ക്രിസ്തു സ്നേഹിക്കാത്തതുകൊണ്ട് എനിക്ക് സ്നേഹമില്ല. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഇതാ കർത്താവ് പറയാണ്, നമ്മളുടെ ജീവിതത്തിൽ അനേകർ മരിച്ചു വീഴും. എനിക്കിത് ഇനി ധാരാളം പറയാനുണ്ട്. ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായത്തിൽ 19-20 വചനങ്ങൾ, അതായത് മരിക്കാനായിട്ട് കഴുത്ത് വെട്ടാൻ ചെല്ലുമ്പോൾ യോഹന്നാൻ ഒന്നും പറയുന്നില്ല, കഴുത്ത് ഞെട്ടിക്കൊടുക്കുകയാണ്. പൗലോസിനെ ഒന്നും പറഞ്ഞു, എനിക്ക് അയ്യോ ജീവിക്കണമെന്ന് പറയുന്നില്ല. ഞാൻ ഓർക്കുന്നുണ്ട്, നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഒരു പുസ്തകത്തിൽ അതായത് രക്തസാക്ഷികൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ ഞാൻ വായിച്ചു. അതായത് BC 305 ക്രിസ്തു വർഷം 355 അവിടെ ഒരു ഡീക്കൻ അദ്ദേഹത്തിനോട് പറയാണ്, നീ ദൈവത്തെ ഉപേക്ഷിക്കണം, യേശു ക്രിസ്തുവിനെ ഉപേക്ഷിക്കണം. അപ്പോൾ പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഞാൻ ജനിച്ചപ്പോൾ മുതൽ വിശ്വസിച്ച യേശു ക്രിസ്തുവിനെയും അവൻ്റെ സഭയെയും തള്ളിക്കളയാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് കഴുത്ത് നീട്ടിക്കൊടുക്കുന്ന ഒരു ഡീക്കൻ. ഹല്ലേലൂയ. മനസ്സോടെ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. വെളിപാടിന്റെ പുസ്തകം 3-ാം അധ്യായം 21, വെളിപാടിന്റെ പുസ്തകം 3:21, ഞാൻ വിജയം വരിച്ച് എൻ്റെ പിതാവിനോടൊത്ത് എൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ വിജയം വരിക്കുന്നവൻ എന്നോടൊത്ത് എൻ്റെ സിംഹാസനത്തിൽ, യേശു ക്രിസ്തുവിനോടുകൂടെ ജീവിച്ച് മരിക്കുന്നവർക്ക് കർത്താവിന്റെ സിംഹാസനത്തിൽ കർത്താവ് ഇരുത്തുന്നു. ഹല്ലേലൂയ. ഹെബ്രായർക്കുള്ള ലേഖനം 12-ാം അധ്യായം 1-2 ലേഖനങ്ങൾ, ഹെബ്രായർ 12:1-2. നമുക്ക് ചുറ്റും
സാക്ഷികളുടെ വലിയ സഭയുമുള്ളതിനാൽ നമ്മെ വിഷമിക്കുന്ന ഭാരവും പാപവും നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഈ ഓട്ടം സ്ഥിരതയോടെ നമ്മുടെ വിശ്വാസനാഥനും അതിനെ പൂർണ്ണെത്തിക്കുന്നതുമായ യേശു ക്രിസ്തു മുന്നിൽ കണ്ടുകൊണ്ട് വേണം അവൻ തനിക്കുണ്ടായിരുന്ന സന്തോഷം ഉപേക്ഷിച്ച് അപമാനം വകവയ്ക്കാതെ കുരിശ് ക്ഷമയോടെ സ്വീകരിച്ചു. ദൈവിക സിംഹാസനത്തിന്റെ വലതു ഭാഗത്ത് അവൻ അവരോധിക്കപ്പെടുകയും ചെയ്തു. ഹല്ലേലൂയ. അതായത് പിതാവ് പറഞ്ഞതുപോലെ താൻ തൻ്റെ ജീവനെ കൊടുത്തപ്പോൾ പിതാവിൻ്റെ വലതു ഭാഗത്ത് ഉപേക്ഷിക്കാൻ ഈശോയെ സഹായിച്ചു. ഇതുപോലെ തന്നെ യേശു ക്രിസ്തുവിന് വേണ്ടി മരിക്കുമ്പോൾ അവൻ്റെ കൃപയുടെ സിംഹാസനത്തിൽ നീ അവരോധിക്കപ്പെടും. മറിച്ച് അവർ ഇവരെ പറയുന്നത് കേട്ട് നീ സഭയ്ക്കെതിരെയും സഭയിലെ ശുശ്രൂഷക്കെതിരെയും സംസാരിച്ചാൽ നിന്നോട് കർത്താവ് ചോദിക്കുന്ന ഒരു സമയമുണ്ട്. ഹല്ലേലൂയ. മനസ്സിലാവുന്നു? ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഭയിൽ ഒരു വലിയ വിശുദ്ധിയാണ് ജോൺ ഓഫ് ദ ആർക്ക്. ആ വിശുദ്ധ മരിക്കാൻ നേരത്ത് പറയുന്നുണ്ട്, യേശു ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ തീക്കാത്തിട്ട് കത്തിച്ച് ചാമ്പലാക്കെന്ന് പറയുമ്പോൾ അവസാനം പറയുന്ന ഒരു വാക്കുണ്ട്, ഞാൻ മരിക്കാൻ റെഡിയാണ്, മരിക്കുന്നവോടെ മരിയും. ഒരു കുരിശ്, എൻ്റെ അവസാനത്തെ ആഗ്രഹം ഒരു കുരിശ് എൻ്റെ മുമ്പിൽ കുത്തി നിർത്തണം, അതിനെ നോക്കി ഞാൻ മരിക്കും. ആളുകൾ കൂടി നിൽക്കുകയാണ്. അപ്പോൾ ഈ മുഖത്ത് നിന്ന് വരുന്ന പ്രകാശം, രക്തസാക്ഷിയുടെ മുഖത്ത് നിന്ന് വരുന്ന പ്രകാശം കാണണം. ഈശോയുടെ കുരിശിനെ നോക്കി മരിച്ച അനേക രക്തസാക്ഷികളുണ്ട്. ഹല്ലേലൂയ. ഇതുപോലെ ലക്ഷക്കണക്കിന് ആളുകളുടെ രക്തം വീണ് അതിനുമേൽ പടുത്തുയർത്തപ്പെട്ടതാണ് തിരുസഭ. ഹല്ലേലൂയ. അതുകൊണ്ട് അവിടെ ഇവിടെ ഇരുന്ന് ആരെങ്കിലും ചീറിയാൽ ഇത് തകരില്ല. ഹല്ലേലൂയ. മനസ്സിലാവുന്നു? ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രാർത്ഥിക്കണം. അതുകൊണ്ട് നാം ശക്തമായി തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. തിരുസഭയെ നയിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മാർപ്പാപ്പയോട് ചേർന്ന് നിൽക്കുന്ന മറ്റ് കർദിനാൾമാര്, മെത്രാന്മാര്, രൂപതകൾ എന്ത് തന്നെ ആകട്ടെ, ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും അനേകർ ദൈവവിളി സ്വീകരിച്ച് ഈശോയ്ക്ക് വേണ്ടി മരിക്കാൻ പിന്നെ തിരിച്ചു അങ്ങനെയല്ല വിട്ടുക. ഹല്ലേലൂയ. പോട്ടെ, ഈശോയുടെ വചനം പ്രഘോഷിക്കട്ടെ. ഈശോയെക്കുറിച്ച് പ്രസംഗിക്കരുത് എന്ന് പറഞ്ഞ് താക്കീത് നൽകി പുറത്തേക്ക് വിട്ട അപ്പസ്തലന്മാർ പൂർവാധിക ശക്തിയോടുകൂടെ യേശുവിൻ്റെ വചനവും പ്രഘോഷിച്ചു. ഹല്ലേലൂയ. അതാണ് നമ്മുടെ ബലം. അതാണ് നമ്മുടെ ശക്തി. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഇന്ന് ഇത് പറയുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് തന്നെ ഒരു എനിക്ക് ഇതിനെക്കുറിച്ച് ഇനിയും ധാരാളം ഇതുപോലെ ഇഷ്ടപോലെ സംഭവങ്ങൾ അച്ഛൻ്റെ കയ്യിലുണ്ട്. ഹല്ലേലൂയ. അത്രയേറെ തിരുസഭയിലൂടെ അനേകം അനുഗ്രഹം പ്രാപിച്ചിട്ടുണ്ട്. ആ തിരുസഭയ്ക്കെതിരെ സാത്താൻ അനേകം കാര്യങ്ങൾ ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ പതറരുത്, നിങ്ങളതുകൊണ്ട് പുറകോട്ട് വലിയരുത്, നിങ്ങളുടെ പ്രാർത്ഥന കുറയ്ക്കരുത്. വിശുദ്ധ കുർബാന ദീപിലൊക്കെ ഉയരട്ടെ, എല്ലാ ദേവാലയങ്ങളിൽ ബലികൾ അർപ്പണങ്ങൾ ഉയരട്ടെ, വൈദികർ ഉണ്ടാകട്ടെ, നാനാദേശത്തേക്ക് വൈദികർ പോകട്ടെ, മിഷണറിമായിട്ട് ഇന്ത്യയിൽ നിന്ന് പോകട്ടെ, കേരളത്തിൽ നിന്ന് പോകട്ടെ, അനേക രാജ്യങ്ങളിൽ പോയി ഈശോയ്ക്ക് വേണ്ടി മരിക്കട്ടെ. അവിടെ സഭ വലിയ തീപ്പന്തമായി വലിയൊരു വടവൃക്ഷമായി ഉയർന്നു വരും. ഹല്ലേലൂയ. കർത്താവ് രണ്ടാമത്തെ ആഗമനത്തിൽ ഈശോ തൻ്റെ മഹത്വത്തിൽ ദൂതന്മാരോട് കൂടി ആഗതനാകുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുവിന് വേണ്ടി ജീവൻ കൊടുത്തവരെ കർത്താവ് തൻ്റെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ ഇരുത്തും. ഹല്ലേലൂയ.